വിനോദസഞ്ചാര ഭൂപടത്തിലെ സ്വർണ്ണപ്പതക്കമായ മൂന്നാർ വീണ്ടും അതിശൈത്യത്തിന്റെ വെള്ളിക്കമ്പളം പുതച്ചിരിക്കുകയാണ്. പ്രകൃതിയുടെ മാസ്മരിക ഭാവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ആവരണം ചെയ്യപ്പെടുന്ന ഈ ശൈത്യകാലത്ത് സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയാണ് മലനിരകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാറിലെ തണുപ്പ് 0°C താഴ്ന്നതോടെ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ കാഴ്ച വിസ്മയിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ഇത്തവണത്തെ സീസണിൽ ആദ്യമായാണ് താപനില ഇത്രയധികം താഴേക്ക് പതിക്കുന്നത് എന്നത് പ്രദേശവാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തുന്നുണ്ട്. നല്ലതണ്ണി, നടയാർ, തെന്മല, കന്നിമല, അരുവിക്കാട് തുടങ്ങിയ പ്രധാന മേഖലകളിലെല്ലാം പുലർച്ചെയോടെ താപനില 0°C. എന്നാൽ മലനിരകളുടെ ഉള്ളറകളിലേക്ക് പോകുന്തോറും തണുപ്പിന്റെ കാഠിന്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മറയൂരിന് സമീപമുള്ള തലയാർ പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ താപനില -2 വരെ താഴ്ന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ കഠിനമായ തണുപ്പിൽ പ്രകൃതിയാകെ നിശ്ചലമായ പ്രതീതിയാണ് പുലർക്കാലങ്ങളിൽ അനുഭവപ്പെടുന്നത്. സൂര്യോദയത്തിന് മുൻപേ മൂന്നാറിലെ പുൽമേടുകളും തേയിലച്ചെടികളും മഞ്ഞിൽ നേർത്ത പാളികളാൽ മൂടപ്പെട്ടു കഴിഞ്ഞു. വാഹനങ്ങളുടെ മുകളിലും വീടുകളുടെ മേൽക്കൂരകളിലും മഞ്ഞുതുള്ളികൾ കട്ടപിടിച്ച് കിടക്കുന്ന കാഴ്ച യൂറോപ്യൻ രാജ്യങ്ങളിലെ മഞ്ഞുകാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ശൈത്യം കടുപ്പമേറിയതോടെ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്കും പ്രദേശവാസികൾക്കും ഇത് വെല്ലുവിളിയാണെങ്കിലും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ കാലാവസ്ഥ വലിയൊരു ഉണർവാണ് നൽകുന്നത്. മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവാഹം കുറയാത്തതിന് പ്രധാന കാരണം ഈ അതിശൈത്യം തന്നെയാണ്. കോടമഞ്ഞിന്റെ അകമ്പടിയോടെ എത്തുന്ന തണുപ്പിനെ ആസ്വദിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിദിനം മൂന്നാറിലേക്ക് ഒഴുകിയെത്തുന്നത്. മൂന്നാറിലെ ശൈത്യം ഇടുക്കി ജില്ലയുടെ ഇതര ഭാഗങ്ങളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ മിതമായ കാലാവസ്ഥ അനുഭവപ്പെടാറുള്ള തൊടുപുഴ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലും നിലവിൽ അസാധാരണമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ഹൈറേഞ്ച് മേഖലകളിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റ് ലോ റേഞ്ച് പ്രദേശങ്ങളിലേക്കും ജനജീവിതത്തെ സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. മൂന്നാറിലെ അതിശൈത്യം സസ്യജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ട്. തേയിലച്ചെടികളുടെ തളിരിലകൾ കരിഞ്ഞു പോകുന്ന ഫ്രോസ്റ്റ് എന്ന പ്രതിഭാസം കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒന്നാണ്. മഞ്ഞുവീഴ്ച കടുക്കുന്നതോടെ തേയില ഉൽപാദനത്തിൽ നേരിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിരുന്നാലും വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഈ മഞ്ഞുവീഴ്ച ഒരു അപൂർവ ദൃശ്യവിരുന്നാണ്. പുലർച്ചെ 5 മണിയോടെ തുടങ്ങുന്ന കഠിനമായ തണുപ്പ് സൂര്യപ്രകാശം ശക്തമാകുന്നതുവരെ നീണ്ടു നിൽക്കുന്നു. ഈ സമയങ്ങളിൽ മൂന്നാറിലെ വിവിധ വ്യൂ പോയിന്റുകളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും താപനില ഇതേ നിലയിൽ തുടരുകയോ അല്ലെങ്കിൽ ഇനിയും താഴേക്ക് പോകുകയോ ചെയ്യാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇടുക്കിയുടെ മലനിരകളിൽ ശൈത്യം അതിന്റെ പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ കേരളത്തിലെ പ്രകൃതി സ്നേഹികൾക്ക് ഇത് ആഘോഷത്തിന്റെ കാലമാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളും റിസോർട്ടുകളും മുൻകൂട്ടി ബുക്ക് ചെയ്ത് നിരവധി ആളുകളാണ് മൂന്നാറിന്റെ ഈ മഞ്ഞുകാലം അനുഭവിക്കാനായി കാത്തിരിക്കുന്നത്. പ്രകൃതിയുടെ ഈ മാറ്റം മൂന്നാറിനെ കൂടുതൽ സുന്ദരിയും ആകർഷകവുമാക്കി മാറ്റിയിരിക്കുകയാണ്.